ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ ഏതാണ്? ഉത്തരം പ്രേമലേഖനം. ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവലാണ് പ്രേമലേഖനം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം എം അഷ്റഫ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും എന്ന പുസ്തകം എഴുതിയത് എം അഷ്റഫ് ആണ്. ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് ആരാണ്? ഉത്തരം കുട്ടിക്കൃഷ്ണ മാരാർ. ബഷീർ കൃതിയായ ബാല്യകാലസഖി പഠന വിഷയമാക്കിയത് കുട്ടിക്കൃഷ്ണ മാരാറാണ്. 2017 പുറത്തിറങ്ങിയ ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ഉത്തരം അനീസ് അൻവർ. 2017 പുറത്തിറങ്ങിയ ബഷീറിന്റെ പ്രേമലേഖനം എന്ന സിനിമയുടെ സംവിധായകൻ അനീസ് അൻവർ ആണ്. ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയ വർഷം? ഉത്തരം 1982. 1982 ബഷീറിന് ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ പുരസ്കാരം നൽകിയത്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിന്റെ കൃതിയാണ് വിശ്വവിഖ്യാതമായ മൂക്ക്. ചങ്ങമ്പുഴിയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏതാണ്? ഉത്തരം ഒഴിഞ്ഞ വീട്. ചങ്ങമ്പുഴിയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥയാണ് ഒഴിഞ്ഞ വീട്. ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1992. 1992 ബഷീറിന് ലളിതാംബിക അന്തർജനം അവാർഡ് ലഭിച്ചത്. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ആരാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല ഏതാണ്? ഉത്തരം കോഴിക്കോട് സർവകലാശാല. ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാല കോഴിക്കോട് സർവകലാശാലയാണ്. പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1943. 1943 പ്രേമലേഖനം എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്നത്. മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1965. 1965 മതിലുകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത്. വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954. 1954 വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചത്. അനർഘ നിമിഷം എന്ന ലേഖനങ്ങൾ ബഷീർ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1945. 1945 അനർഘ നിമിഷം എന്ന ലേഖനങ്ങൾ ബഷീർ പ്രസിദ്ധീകരിക്കുന്നത്. വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1954. വിശപ്പ് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ചത് 1954 ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1975. 1975 ആനപ്പൂട എന്ന ചെറുകഥകൾ പ്രസിദ്ധീകരിക്കുന്നത്. ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിച്ച വർഷം? ഉത്തരം 1987. 1987 ബഷീറിന് സംസ്കാര ദീപം അവാർഡ് ലഭിക്കുന്നത്. ഒരിടത്തൊരു സുൽത്താൻ ബഷീറിനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന ബാലസാഹിത്യ കൃതി ആണിത്. ഇത് എഴുതിയ പ്രശസ്ത ബാലസാഹിത്യകാരൻ ആരാണ്? ഉത്തരം കിളിരൂർ രാധാകൃഷ്ണൻ. ഒരിടത്തൊരു സുൽത്താൻ എന്ന ബാലസാഹിത്യ കൃതി രചിച്ചത് കിളിരൂർ രാധാകൃഷ്ണനാണ്. നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ.
കൈനോട്ടം ഒക്കെ അയാളുടെ വിദ്യകളായിരുന്നു. ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു, ഇതേത് രേഖ? ബഷീർ പറഞ്ഞു, കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈ മടക്കാനുള്ള രേഖയാണ്. ആരാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? ഉത്തരം പൊൻകുന്നം വർക്കി. ജീവിതത്തിൽ ഓടകളിലും മേടുകളും സഞ്ചരിച്ച ബഷീർ എന്നും വെറും മനുഷ്യനായി നടന്നിട്ടുള്ളൂ. അധികൃതമായും അനധികൃതമായും ആരെങ്കിലും വെച്ച് കെട്ടിയ അലങ്കാരങ്ങളും മേൽ അംഗങ്ങളും അദ്ദേഹത്തിന്റെ തനിമയെ ബാധിച്ചിട്ടില്ല. ആരുടെ വാക്കുകളാണ് ഇത്? ഉത്തരം MT വാസുദേവൻ നായർ. ബാല്യകാല സഖി ഒരു നോവലിന്റെ തനിപ്പകർപ്പാണ് എന്ന് പ്രസിദ്ധ നിരൂപകനായിരുന്ന പ്രൊഫസർ M കൃഷ്ണൻ നായർ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷേ ബഷീർ അല്പം പോലും കോപ്പിയടിച്ചുവെന്ന് പ്രകോപിതനാകാതെ കോപ്പിയടിച്ചു എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്തു. രണ്ടും കൂടി ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. ഏതാണ് ആ നോവൽ? ഉത്തരം നട്ടു ഹാംസണിന്റെ വിക്ടോറിയ എന്ന നോവൽ. എൻ്റെ ഉപ്പാപ്പയ്ക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ്? ഉത്തരം അഹമ്മദ് നിസാർ. ബഷീർ 100 ചിത്രങ്ങൾ, ബഷീർ ചായയും ഓർമ്മയും എന്നീ പുസ്തകങ്ങൾ രചിച്ച ആൾ ബഷീറിന്റെ അത്യപൂർവങ്ങളായ ജീവിത സന്ദർഭങ്ങൾ ക്യാമറയിൽ പകർത്തിയ ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഉത്തരം പുനലൂർ രാജൻ. ഉമ്മ ഞാൻ കാന്തീനെ തൊട്ടു. ബഷീറിന്റെ ഈ വാക്യം പ്രസിദ്ധമാണ്. ഹെഡ് മാസ്റ്ററുടെ കർശന നിർദ്ദേശം വകവയ്ക്കാതെ പോയ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ്? ഉത്തരം 1924 വൈക്കം സത്യാഗ്രഹം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? ഉത്തരം പ്രേംപാറ്റ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം കൊച്ചു മുഹമ്മദ്. കൊച്ചു മുഹമ്മദ് എന്നായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ പേര്. ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബഷീറിന്റെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഷാഹിനയും അനീസും. ഷാഹിനയും അനീസും ആണ് ബഷീറിന്റെ മക്കൾ. ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര് എന്താണ്? ഉത്തരം തങ്കം. തങ്കം എന്നായിരുന്നു ബഷീറിന്റെ ആദ്യത്തെ കഥയുടെ പേര്. ബഷീറിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ഉത്തരം ഓർമ്മയുടെ അറകൾ. ഓർമ്മയുടെ അറകൾ എന്നതാണ് ബഷീറിന്റെ ആത്മകഥയുടെ പേര്. ഭാർഗവീ നിലയം എന്ന ചിത്രം ബഷീറിന്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്? ഉത്തരം നീല വെളിച്ചം. ബഷീറിന്റെ നീല വെളിച്ചം എന്ന കൃതിയെ അടിസ്ഥാനമാക്കിയാണ് ഭാർഗവീ നിലയം എന്ന ചിത്രം പുറത്തിറങ്ങിയത്. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? ഉത്തരം വിജയ നിർമ്മല. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായകൻ മധുവും നായിക വിജയ നിർമ്മലയുമായിരുന്നു. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരൊക്കെയാണ്? ഉത്തരം P ഭാസ്കരൻ 1967 2014 പ്രമോദ് പയ്യന്നൂരും. ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം 2 വട്ടം ചെയ്തിട്ടുണ്ട്. 1967 P ഭാസ്കരൻ സംവിധാനം ചെയ്തു. 2014 പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്തു. ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഉത്തരം EM അഷറഫ്. EM അഷറഫാണ് ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത്.
ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകം ഏതാണ്? ഉത്തരം നേരും നുണയും. ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകമാണ് നേരും നുണയും.